രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി അധികാരത്തിൽ കയറിയ ശേഷം ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന പുതിയ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് യുഎസ് ജനത രംഗത്ത്. അധികാരത്തിൽ കയറിയത് മുതൽ ഇന്ന് വരെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് യുഎസ് ജനതയ്ക്ക് താങ്ങാനാവുന്നതിലും വലിയ തിരിച്ചടികളാണെന്നാണ് പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ അമേരിക്കക്കാർ ഒന്നടക്കം പറയുന്നത്. കൂടാതെ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്ന ഫെഡറൽ ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ വീണ്ടും അമേരിക്കക്കാരെ ഇരുട്ടിലാക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യുഎസ് ജനത തെരുവിലിറങ്ങിയത്. കൂടാതെ ട്രംപിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് 50 സംസ്ഥാനങ്ങളിലെ 1200 സ്ഥലങ്ങളിൽ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ആക്കം വീണ്ടെടുക്കാൻ ഡെമോക്രാറ്റുകൾ ശ്രമിക്കുമ്പോൾ ഇത് ട്രംപ് ഭരണകൂടത്തിനെതിരായ വലിയ പ്രതിഷേധം തന്നെയാണ്. വിദേശകാര്യം, പ്രതിരോധം, ചെലവ്, കാലാവസ്ഥാ വ്യതിയാനം, സാമൂഹിക സുരക്ഷാ പരിപാടികൾ തുടങ്ങിയ സർക്കാർ നയങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ട്രംപും എലോൺ മസ്കും പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്ന ബാനറുകൾ ഉയർത്തിയാണ് ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ പ്രതിഷേധം നടക്കുന്നത്. ട്രംപും മസ്കും ഈ രാജ്യം തങ്ങളുടേതാണെന്ന് കരുതുന്നുണ്ടെങ്കിലും കയ്യിൽ കിട്ടുന്നതെല്ലാം അവർ എടുക്കുകയും ലോകത്തെ തടയാൻ വെല്ലുവിളിക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നതും. കൂടാതെ ഏപ്രിൽ 5 ശനിയാഴ്ച വ്യക്തമായ ഒരു സന്ദേശവുമായി തങ്ങൾ രാജ്യവ്യാപകമായി തെരുവിലിറങ്ങുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം യുഎസിലെ 50 സംസ്ഥാനങ്ങളിലെയും പൊട്ടിപ്പുറപ്പെട്ട വ്യാപകമായ പ്രതിഷേധത്തിന് പിന്നിലെ വെബ്സൈറ്റായ handsoff2025.com പങ്കുവച്ചത്. കൂടാതെ ട്രംപിന്റെയും മസ്കിന്റെയും അധികാര കയ്യേറ്റം ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു പ്രതിഷേധത്തിൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരാണ് തെരുവിലിറങ്ങിയതും. കൂടാതെ യുഎസിലെ ഫെഡറൽ കെട്ടിടങ്ങൾ, സിറ്റി ഹാളുകൾ, പൊതുപാർക്കുകൾ എന്നിവയുൾപ്പെടെ 1400-ലധികം സ്ഥലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ ട്രംപിന്റെയും മസ്കിന്റെയും അതിര് കടന്ന അധികാരത്തെ വിറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ എന്താണ് യുഎസിൽ പൊട്ടിപ്പുറപ്പെട്ട ഹാൻഡ്സ് ഓഫ് പ്രതിഷേധങ്ങൾ എന്നറിയാം. ഹാൻഡ്സ് ഓഫ് എന്ന സംഘടനയെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരപരമായ അധികാര കയ്യേറ്റം തടയുന്നതിനുള്ള രാജ്യവ്യാപകമായ ഒരു സമാഹരണമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ചില പ്രതിഷേധക്കാർ നമ്മുടെ ജനാധിപത്യത്തിൽ നിന്ന് കൈകൾ അകറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക സുരക്ഷയിൽ നിന്നും കൈകൾ അകറ്റി നിർത്തുക എന്നാണ് ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതും. കൂടാതെ ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടൽ, സാമൂഹിക സുരക്ഷാ ഓഫീസുകൾ അടച്ചുപൂട്ടൽ, മുഴുവൻ ഏജൻസികളും വെട്ടിക്കുറയ്ക്കൽ, കുടിയേറ്റക്കാരെ നാടുകടത്തൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ആരോഗ്യ പരിപാടികൾക്കുമുള്ള സംരക്ഷണം കുറയ്ക്കൽ എന്നിവയിൽ സർക്കാർ നടത്തിയ കടന്നുകയറ്റം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായും അതിനെതിരെ സർക്കാർ ആശങ്കാകുലരാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. അതേസമയം ട്രംപ് ഭരണകൂടം യാഥാസ്ഥിതിക മൂല്യങ്ങൾ സ്വന്തമായി നടപ്പിലാക്കുന്നതിനും അതിർത്തികളിലും വ്യാപാരത്തിലും സഖ്യരാജ്യങ്ങളിൽ പോലും കനത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനും ഓഹരി വിപണികളിൽ ഇടിവുണ്ടാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചത് നിരവധി അമേരിക്കക്കാരെ അസ്വസ്ഥരാക്കിയതായും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രതിഷേധത്തിന് പിറകിൽ ഗർഭചിത്രം, തോക്കാക്രമം, വംശീയ നീതി എന്നിവയ്ക്കെതിരെ മുൻകാലങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇൻഡിവിസിബിൾ, മൂവ് ഓൺ എന്നീ മറ്റു ഗ്രൂപ്പുകളാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ട്രംപിന്റെ നടപടികൾ സമ്പന്നരായ സഖ്യകക്ഷികളെ സഹായിക്കുമ്പോൾ അധ്വാനിക്കുന്ന ജനങ്ങളെ വേദനിപ്പിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ട്രംപിന്റെ ഈ ഒരു നടപടികൾക്കെതിരെ പറയുന്നത്.